നമ്മുടെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തതിനു ശേഷം ഓൺലൈനിലൂടെ മാത്രമാണ് ഇതിന്റെ സെയിൽസും മാർക്കറ്റിംഗ് എല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ പ്രതീക്ഷയുള്ള കസ്റ്റമർ ഫീഡ്ബാക്കും അതുപോലെ റിപ്പീറ്റ് കസ്റ്റമേഴ്സും വന്നപ്പോൾ പ്രൊഡക്റ്റിന്റെ മേലുള്ള കോൺഫിഡൻസ് നമുക്ക് ഒന്നുകൂടെ ഹൈ ആയി. അങ്ങനെ നമ്മൾ പ്രൊഡക്റ്റ് ഓഫ്ലൈനിലൂടെ എത്തിക്കാനുള്ള സ്റ്റെപ്സുകൾ എടുത്തു തുടങ്ങി. അതിനുവേണ്ടി നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നതിനുവേണ്ടി കുറച്ച് ഷോപ്പുകളിലെല്ലാം അന്വേഷിച്ചു. അപ്പോൾ നമ്മൾ നേരിട്ട പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന മാർജിനാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി മുകളിലുള്ള മാർജിനായിരുന്നു ഷോപ്പ് ഉടമകളും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാം ചോദിച്ചുകൊണ്ടിരുന്നത്. പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്തെങ്കിലും അവർ ഉദ്ദേശിക്കുന്ന മാർജിൻ കിട്ടിയാൽ അവർ പ്രൊഡക്റ്റ് എടുക്കാൻ തയ്യാറാണ്. പ്രൊഡക്റ്റിന്റെ പ്രൈസിൽ നിന്നും 50% മാർജിനൊക്കെയാണ് ചില ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ചോദിച്ചിരുന്നത്. പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്താൽ നമുക്ക് അവർ ഉദ്ദേശിക്കുന്ന മാർജിൻ എല്ലാം കൊടുക്കാൻ സാധിക്കും. പക്ഷെ നമ്മളുടെ വിഷൻ ഈ ഒരു ക്വാളിറ്റിയിൽ നമ്മുടെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലോട്ട് ഈ ഒരു പ്രൈസിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊഡക്റ്റ് ഓഫ്ലൈനായിട്ട് അധികം ഇന്നും മാർക്കറ്റിലോട്ട് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ നിലവിൽ കൊടുക്കുന്ന മാർജിനിൽ വില്ലിംഗ് ആയിട്ടുള്ള കുറച്ച് ഷോപ്പുകൾ നമ്മൾ പ്രൊഡക്റ്റ് എത്തിച്ചിട്ടുണ്ട്. നിങ്ങളൊരു ഷോപ്പ് ഓണറോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറോ ആണെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് തരാം. ഇനി നമ്മൾ പ്രൊഡക്റ്റ് ബൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മൾ വെബ്സൈറ്റ് ചെക്കൗട്ട് ചെയ്യുക, kaikap.com. ശേഷം നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു ഫീഡ്ബാക്ക് അറിയിക്കുക.